കാലങ്ങളായി SNDP-യുടെ വിമതപക്ഷം, വെള്ളാപ്പള്ളി വിമതപക്ഷം ആഗ്രഹിച്ചിരുന്ന ഫലം ഇന്ന്, അല്ലെങ്കിൽ അവർ സ്വപ്നം കണ്ടിരുന്ന സ്വപ്നം സഫലമാവുകയാണ്. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇന്ന് വെള്ളാപ്പള്ളിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൽ നിന്ന് അയോഗ്യനാക്കി പുറത്താക്കി. അതുപോലെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരെയും പുറത്താക്കി. തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള ആളുകൾ, വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയും പ്രസിഡന്റും അങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ അയോഗ്യരാക്കപ്പെട്ടു. വിമതപക്ഷം നീക്കിയ ചരടുവലികൾ യശശരീരനായ സാനുമാഷും അതുപോലെ തന്നെ യശശരീരനായ സുകുമാർ അഴിക്കോടും ഒക്കെ കാലാകാലങ്ങളായി അവർ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ, വെള്ളാപ്പള്ളിയുടെ ഏകാധിപത്യമാണ് സംഘടനയ്ക്കുള്ളിൽ നടക്കുന്നത്, വെള്ളാപ്പള്ളിയുടെ കുടുംബ മഹിമയ്ക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ കുടുംബത്തിന്റെ ബിസിനസ്സുകൾക്ക് വേണ്ടിയാണ്, കുടുംബത്തിന്റെ യശസ്സിന് വേണ്ടിയാണ്, ഐശ്വര്യത്തിന് വേണ്ടിയാണ് ഈ സംഘടനയെ വിനിയോഗിക്കുന്നത് എന്ന വിമർശനത്തെ സാധൂകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ കോടതി നടപടികൾ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കോടതി വ്യവഹാരത്തിന്റെ ഫലമല്ല, വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് വെള്ളാപ്പള്ളി പുറത്താകുന്നത്. വെള്ളാപ്പള്ളി പുറത്തായത് എന്തുകൊണ്ടാണ്? ഈ സംഘടന SNDP യോഗം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കമ്പനി നിയമപ്രകാരമാണ്. കമ്പനി നിയമപ്രകാരം ഒരു സംഘടന രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ സംഘടന അല്ലെങ്കിൽ ആ കമ്പനി കൃത്യമായ കാലയളവിൽ കണക്കുകൾ ബോധിപ്പിക്കേണ്ടതുണ്ട്. കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്ട്രാർക്ക് കണക്കുകൾ കൊടുക്കണം. ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ത് ചെയ്തു? കണക്കുകളൊന്നും ബോധിപ്പിച്ചിട്ടില്ല. കോടിക്കണക്കിന് രൂപ വരുമാനമുണ്ട്, എത്ര കോളേജുകൾ, സ്കൂളുകൾ, അതുപോലെ മറ്റ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഇതിൽ നിന്നൊക്കെയുള്ള വരുമാനം എന്താണ്? ഇതിന്റെ ഒന്നും കണക്കുകൾ കമ്പനി രജിസ്ട്രാർക്ക് നൽകിയിട്ടില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് 2006 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശനും ഡയറക്ടർ ബോർഡും ഒക്കെ ഇത് ചെയ്തിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിമതപക്ഷത്തിന്റെ 5 ഹർജികൾ കോടതി പരിഗണിച്ചത്. ഈ 5 ഹർജികളിൽ വാദപ്രതിവാദങ്ങൾ നീണ്ടു വിസ്താരം കഴിഞ്ഞിട്ടാണ് ഇന്ന് വിധി പ്രഖ്യാപിക്കുന്നത്. ഇത് വെള്ളാപ്പള്ളിക്ക് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമോ, തുഷാർ വെള്ളാപ്പള്ളിക്ക് തിരിച്ചടിയാകുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കനത്ത തിരിച്ചടി തന്നെയാണ്. വെള്ളാപ്പള്ളി സംഘടനാ നേതൃത്വത്തിൽ 3 പതിറ്റാണ്ട് പിന്നിടുമ്പോഴാണ് ഇങ്ങനൊരു കനത്ത തിരിച്ചടി അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത്. അദ്ദേഹം അപ്പീൽ മേൽക്കോടതികളിലേക്ക് അപ്പീൽ സമർപ്പിക്കും, അപ്പീൽ പോകും എന്നൊക്കെ പറയുന്നത് വാസ്തവം തന്നെയാണ്, അദ്ദേഹം പോകും. എന്നാൽ വെള്ളാപ്പള്ളി ഇട്ടേച്ചു പോകുന്ന, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പുറത്താക്കപ്പെട്ടു കഴിഞ്ഞാൽ SNDP യോഗം എന്ത് ചെയ്യും? ഇതും ഒരു വലിയൊരു ചോദ്യമാണല്ലോ. 2 കാര്യങ്ങൾ, വെള്ളാപ്പള്ളി എന്ത് ചെയ്യും, 2 SNDP യോഗം എന്ത് ചെയ്യും? പുതിയൊരു നേതാവിനെ കണ്ടെത്തുക. കാരണം വിമതപക്ഷം ആഗ്രഹിക്കുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുക. കോടതി തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്ററെ ഈ കമ്പനി നടത്തിക്കൊണ്ടുപോകാൻ നിയമിക്കുക. അത് ഈ കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിന്, സംഘടന എന്ന് പറയാൻ പറ്റില്ല, കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിന് അഡ്മിനിസ്ട്രേറ്റർ ഭരണമാണ് വേണ്ടത് എന്നാണ് വിമതപക്ഷം ആഗ്രഹിക്കുന്നത്. അവർക്ക് ഇതിന്റെ തലപ്പത്ത് കയറിയിരുന്ന ജനറൽ സെക്രട്ടറിയായി ഭരിക്കണമെന്നൊന്നും മോഹം ഇല്ലാത്തത് കൊണ്ടല്ല, അഡ്മിനിസ്ട്രേറ്റർ വേണം. ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായി നടക്കണം, നിയമപരമായി നടക്കണം. അല്ലാതെ ഏകാധിപത്യം, സ്വേച്ഛാധിപത്യത്തോടു കൂടി ഒരാൾ കയറിയിരുന്ന് ഇങ്ങനെ ഭരിക്കുന്നത് ശരിയല്ല എന്നാണ് വിമതപക്ഷത്തിന്റെ ഒരു പ്രധാന ആരോപണവും. ആ ആരോപണമാണ് ഇന്ന് ഫലം കണ്ടത്. അപ്പോ വെള്ളാപ്പള്ളി ചെയ്യാൻ പോകുന്നത് ഇതിന് എതിരെ ഒരു അപ്പീൽ കൊടുക്കും, ഒരു പക്ഷേ ഈ വിധി സ്റ്റേ ചെയ്യപ്പെടും, അങ്ങനെയൊക്കെ നടക്കാം. എന്നാൽ സംഘടന എന്ത് ചെയ്യുന്നു എന്നാണ്. ഇപ്പോ SNDP യോഗത്തിന്റെ വക്താവും SNDP യോഗത്തിന്റെ നട്ടലും ഒക്കെ ആയിരുന്നു വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നതിൽ നിങ്ങൾക്കാർക്കും തർക്കമുണ്ടാകില്ല. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് തന്നെയായിരുന്നു SNDP യോഗത്തിന്റെ അവസാനത്തെ വാക്ക്. അതിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്, സമുദായങ്ങളെ കുറിച്ച് പറയുന്നത് ഒക്കെ തന്നെ. വെള്ളാപ്പള്ളി സ്വന്തം സമുദായത്തിന് വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നതെങ്കിലും വെള്ളാപ്പള്ളി സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകളെയും ചവിട്ടി തേച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളെ, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിലെ SNDP ഈ ഈഴവ നേതാക്കളെ, സ്വസമുദായത്തിൽപ്പെട്ട നേതാക്കളെ പോലും ചവിട്ടി തേച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി പലപ്പോഴും പ്രസ്താവനകൾ ഇറക്കുന്നത്. വെള്ളാപ്പള്ളി ചിലരെ വളർത്തണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി അവരെ വളർത്തുകയില്ല, തളർത്തുകയേ ഉള്ളൂ. അപ്പോ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തെ അംഗീകരിക്കാത്ത സമുദായ അംഗങ്ങൾ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിൽ വലിയ സ്ഥാനത്തിരുന്നാൽ പോലും അവരെ അപമാനിക്കുകയും അവരെ താറടിക്കുകയും ചെയ്യുന്നത് വെള്ളാപ്പള്ളിയുടെ ഇഷ്ടശീലങ്ങളിൽ ഒന്നായിരുന്നു. അപ്പൊ വെള്ളാപ്പള്ളി മുസ്ലിം സമുദായത്തിനെതിരെ പറഞ്ഞു എന്ന് പറയുന്നത്, ലീഗിനെതിരെ പറഞ്ഞാലും മുസ്ലിം സമുദായത്തിനെതിരെ ചെന്ന് കൊണ്ടത് വെള്ളാപ്പള്ളിയുടെ കാലക്കേടിനായിരിക്കാം എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും വെള്ളാപ്പള്ളി അത് കരുതിക്കൂട്ടി പറഞ്ഞത് തന്നെയാണ്. ന്യൂനപക്ഷത്തെ എതിർക്കുക, അതൊരു മോദി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ ലോബികൾ ചെയ്യുന്ന ഒരേ പദപ്രയോഗത്തിലൂടെ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം ആക്രമിക്കുന്ന രീതിയാണ് വെള്ളാപ്പള്ളി ചെയ്തത്. അത് BJPക്ക് കുഴലൂതുന്ന പരിപാടിയായിരുന്നുവെന്ന് അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനി വെള്ളാപ്പള്ളി ഇല്ലാത്ത സമുദായം അല്ലെങ്കിൽ SNDP യോഗത്തിന്റെ നേതൃത്വം എന്ന് പറയുമ്പോൾ
ഈ നേതൃത്വം അല്ലെങ്കിൽ ഈ സംഘടനയുടെ ശിഥിലാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ കമ്പനിയുടെ ശിഥിലാവസ്ഥയിലേക്ക് പോകുമോ എന്നൊരു ഭയം SNDP യൂണിയനുകൾക്കുണ്ട്. ചിന്നിച്ചിതറി കിടന്ന യൂണിയനുകളെയും SNDP ശാഖകളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി ഒരു സംഘടനാ ശക്തി ഉണ്ടാക്കിയതൊക്കെ വെള്ളാപ്പള്ളിയാണ്. അദ്ദേഹത്തിന്റെ ഭരണ മികവ് തന്നെയാണ്, സംഘാടകത്വമാണ്. ആ സംഘാടകത്വമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് വീണ്ടും ചിതറിപ്പോകുമോ എന്ന വലിയൊരു ആശങ്ക സമുദായ അംഗങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ വിമതപക്ഷം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? സംഘടന ചിതറിപ്പോകാതിരിക്കാൻ വിമതപക്ഷം എന്താണ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഗോകുലം ഗോപാലനെ പോലുള്ള അതിസമ്പന്നന്മാര് ഒരു സൈഡിൽ നിന്നിട്ടാണ് വെള്ളാപ്പള്ളിയെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ വിനോദിനെ പോലെയുള്ള അതിസമ്പന്നന്മാരൊക്കെയാണ് ഈ വെള്ളാപ്പള്ളിയെ എതിർത്ത വിമതപക്ഷത്ത് ഉണ്ടായിരുന്നത്. അവരുടെ വിജയം എന്ന് പറയുമ്പോൾ ഈ സംഘടനയെ എങ്ങനെ നയിക്കും എന്ന കാര്യത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളിയെ പോലെ എന്തിനും അഭിപ്രായ പ്രകടനം പറഞ്ഞ വാർത്താ താരമായൊക്കെ മാറിയ വെള്ളാപ്പള്ളി ഈ അടുത്ത കാലത്ത് പത്മ അവാർഡ് കൂടി ലഭിച്ച വെള്ളാപ്പള്ളി ഇങ്ങനെ ശോഭിതനായി നിൽക്കുമ്പോഴാണ് കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി കേൾക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞ രണ്ട് സംശയങ്ങൾ, ഒന്ന് സംഘടന എങ്ങനെ മുന്നോട്ട് പോകും. വെള്ളാപ്പള്ളിയുടെ കാര്യം ആദ്യമേ തന്നെ പറഞ്ഞു, അദ്ദേഹം അപ്പീലിന് പോകും. അതൊക്കെ സ്വാഭാവികമായി നിയമ വഴി അദ്ദേഹം നീങ്ങും. പക്ഷെ ഈ സംഘടനയുടെ കാര്യം എന്തായിരിക്കും? സംഘടന എന്തായി തീരും? ഈ സമുദായത്തിന് വേണ്ടി വാഗ്വാദങ്ങൾ നടത്തുന്നത് ആരായിരിക്കും? ഈ സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്നത് ആരായിരിക്കും എന്നൊക്കെയുള്ള കാര്യത്തിൽ സമുദായത്തിന് ആശങ്കയുണ്ട്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയാണ് പല നേതാക്കളുമായും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും സമുദായം ചിന്നിച്ചിതറിയൊന്നും പോവുകയില്ല എന്നാണ് അവർ നൽകുന്ന ഉറപ്പ്. നമുക്ക് കാത്തിരുന്ന് കാണാം.